പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ദൈവത്തിന് മഹത്വം. ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവെഴുത്ത് ഇപ്രകാരം പറയുന്നു: ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ദൈവം നമ്മെ സൃഷ്ടിച്ചതിന്റെ പ്രധാന ഉദ്ദേശം ആ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ ആരാധിക്കുക, അഥവാ ദൈവത്തിന് വസിക്കാനുള്ള മന്ദിരമായി നമ്മുടെ ശരീരം ആയിത്തീരുക. ഇതാണ് ദൈവ ഉദ്ദേശം. ഒരിക്കൽ ഒരു വൃദ്ധൻ താന് ഇങ്ങനെ വഴിയെ നടന്നു പോകുമ്പോൾ ഒരു യൗവനക്കാരൻ, തന്നെ പരിചയമുള്ള യൗവനക്കാരൻ തന്നോട് ചോദിച്ചു, വളരെ ക്ഷീണിതനായി ഇന്ന് കാണുന്നല്ലോ എന്ന് പറയുവാനിടയായി. ആ വൃദ്ധൻ ഇപ്രകാരം പറഞ്ഞു: രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ വളരെ ജോലി തിരക്കാണ് എന്ന് താൻ പറഞ്ഞു. ഈ പ്രായത്തിലും ഇത്ര വലിയ ജോലി തിരക്ക് എന്താ എന്ന് യൗവനക്കാരൻ ആരാഞ്ഞപ്പോൾ 2 പ്രാക്കൾ പറന്നു പോകാതെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. കൂടാതെ 2 മുയലുകൾ ഓടിപ്പോകാതെ അതിനെയും സൂക്ഷിക്കണം. അതുകൂടാതെ 2 കഴുകന്മാരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. കൂടാതെ ഒരു പാമ്പുണ്ട്, ആ പാമ്പിനെയും സൂക്ഷിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. അതും കൂടാതെ ഒരു സിംഹമുണ്ട്, അതിനെയും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. കൂടാതെ ഒരു രോഗി കൂടിയുണ്ട്, ആ രോഗിയെയും പരിപാലിക്കേണ്ട. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ വളരെ ക്ഷീണിതനാകുകയാണ് എന്ന് ഈ വൃദ്ധൻ പറയുവാനിടയായി. ഈ മറുപടി കേട്ട് ഈ യൗവനക്കാരൻ, ഈ വൃദ്ധൻ എന്താ ഈ പറയുന്നത് എന്ന് ഇങ്ങനെ അത്ഭുതത്തോടെ ശ്രദ്ധിച്ചു. എന്തോ തമാശ പറയുകയാണ്. വൃദ്ധൻ പറഞ്ഞു, അല്ല, ഈ 2 പ്രാക്കൾ അത് 2 കണ്ണുകളാണ്. ആ കണ്ണുകൾ ആകാത്ത ഇടങ്ങളിലേക്ക് അത് കടന്നു പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ പ്രായം എത്രയെന്ന് പറഞ്ഞാലും കാര്യമില്ല, അത് പറന്നു പോവുക തന്നെ ചെയ്യും. അതേപോലെ 2 മുയലുകൾ ഓടിപ്പോകാതെ ആ 2 കാലുകൾ അത് പോകേണ്ടടുത്തോട്ട് മാത്രമേ ആ കാലുകൾ പോകാവൂ, അല്ലാത്ത സ്ഥാനത്തേക്ക് ഓടാതെ അതിനെ നിയന്ത്രിക്കുന്നത് വളരെ ശ്രമകരമാണ് എന്ന് വീണ്ടും വൃദ്ധൻ കൂട്ടിച്ചേർത്തു. 2 കഴുകന്മാരെ ശ്രദ്ധിക്കണം, അഥവാ ഈ 2 കൈകൾ, ആ കൈകൾ വേണ്ടാത്ത യാതൊരു പ്രവൃത്തിക്കും അത് തുനിയുവാനായിട്ട് പാടില്ല. ആ കൈകൾ അത് വളരെ നിർമ്മലമായിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ താൻ വീണ്ടും ഓർമ്മപ്പെടുത്തി. ഒരു പാമ്പുണ്ട്, അതിനെ സൂക്ഷിക്കണം. അത് വേറൊന്നുമല്ല, അവന്റെ ശരീരത്തിലുള്ള നാവ് തന്നെയാണ്. ആ വലിയ ആ പാമ്പിനേക്കാൾ വിഷം ചീറ്റുന്ന ആ നാക്കിനെ വേണ്ട വിധത്തിൽ സൂക്ഷിച്ചില്ല എങ്കിൽ വലിയ അപകടമാണ് എന്ന് താൻ പറയുവാനിടയായി. അതേപോലെ തന്നെ ഒരു സിംഹം, അത് ഹൃദയമാണ്. ആ ഹൃദയത്തിന്റെ അകത്തെ നിർമ്മലത കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ അത് സിംഹത്തെക്കാൾ ഭയാനകമായി മാറും. അതുപോലെ തന്നെ ഒരു രോഗി, ആ രോഗി തന്റെ ശരീരം തന്നെയാണ്. ഈ ശരീരത്തെ എത്രയും വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇതെല്ലാം ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ അധിഷ്ഠിതമായി, തിരുവചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരുവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ആ വൃദ്ധൻ യൗവനക്കാരനോട് പറയുവാനിടയായി. ഇവിടെയും ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുകയാണ് അനേക കൊലപാതകങ്ങള്, അതേപോലെയുള്ള അനുഭവങ്ങള്, അതേപോലെ പരദൂഷണങ്ങള്. ഇതൊക്കെ ഏതെല്ലാം കാര്യങ്ങളാണ്?
നാം ഈ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരുവൻ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കേണ്ടതുപോലെ നിയന്ത്രിക്കാത്തത് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളെന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയായി തീരട്ടെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലായിരിക്കാൻ ഇടയായി തീരട്ടെ. ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. ആശയിച്ഛയൊക്കവേ അടക്കിയോടുകിൽ ആശ വച്ച പന്തയപ്പൊരുൾ ലഭിച്ചിടും. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ. കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുവാൻ ബലം ധരിച്ചിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടമോടുവാൻ അനേകർ മുൻ വന്നെങ്കിലോ ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നു പോ.